എറണാകുളം മുതൽ കോഴിക്കോട് വരെ പോകുന്ന രാവിലെയുള്ള ട്രെയിനിൽ നിന്നാണ് ആദിലും നിഹാരികയും ആദ്യമായി കണ്ടുമുട്ടിയത്. ഓരോ ദിവസവും ജോലി പോകാൻ അവർ അതേ ട്രെയിനിൽ കയറുമായിരുന്നു. തിരക്കേറിയ ബോഗിയിൽ 100 കണക്കിന് ആളുകളുണ്ടായിരുന്നെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ തമ്മിൽ പരിചിത മുഖങ്ങളായി മാറി. നിഹാരികയ്ക്ക് ജാലക സീറ്റ് വളരെ ഇഷ്ടം. പുറത്തേക്കോടുന്ന മരങ്ങളും പാടങ്ങളും മഴത്തുള്ളികളും നോക്കി യാത്ര ചെയ്യുക അവൾക്കൊരു സന്തോഷമായിരുന്നു. ആദിൽ പലപ്പോഴും അവളുടെ മുന്നിലുള്ള സീറ്റിലിരിക്കും. ആദ്യ ദിവസങ്ങളിൽ ഒരു ചെറിയ ചിരി മാത്രം, പിന്നെ തലകുനിക്കൽ, പിന്നീട് സീറ്റൊഴിവുണ്ടോ എന്ന ചോദ്യം. അങ്ങനെ സംസാരങ്ങൾ തുടങ്ങി. നിങ്ങളെവിടെയാണ് ഇറങ്ങുന്നത്? ആദിൽ ചോദിച്ചു. തൃശൂർ, അവൾ പറഞ്ഞു. അപ്പോ നമുക്ക് കാതി യാത്ര ഒരുമിച്ചല്ലേ? അവൻ ചിരിച്ചു. ദിവസങ്ങൾ കടന്നു. അവർ ചായ പങ്കിട്ടു, വാർത്തകൾ ചർച്ച ചെയ്തു, മഴയെക്കുറിച്ച് സംസാരിച്ചു, ജീവിതത്തിലെ ചെറിയ വിഷമങ്ങൾ തുറന്നു പറഞ്ഞു. ട്രെയിൻ യാത്ര ഇനി സമയം കഴിക്കാനുള്ളതല്ലായിരുന്നു, ഒരാളെ കാണാൻ കാത്തിരിക്കുന്ന സമയമായി. ഒരു ദിവസം വലിയ മഴയായിരുന്നു. ട്രെയിൻ വൈകി. ബോഗിയിലെ ലൈറ്റുകൾ മങ്ങിയും ആളുകൾ അസ്വസ്ഥരുമായി. നിഹാരികയുടെ മുഖത്ത് ഭയം തെളിഞ്ഞു. എനിക്ക് വൈകിയാൽ ഓഫീസിൽ പ്രശ്നമാകും, അവൾ പറഞ്ഞു. ആദിൽ ശാന്തമായി പറഞ്ഞു. ചില വൈകിപ്പോകലുകൾ നല്ല കാര്യങ്ങൾ കൊണ്ടുവരും. എങ്ങനെ? ഇല്ലെങ്കിൽ ഇത്ര നേരം നിന്നോട് സംസാരിക്കാൻ എനിക്കെങ്ങനെ സമയം കിട്ടും? നിഹാരിക ചിരിച്ചു. ആ ചിരി ആദിലിന്റെ മനസ്സിൽ മുഴുവൻ ദിവസം നിന്നു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഒരു രാവിലെ നിഹാരിക വന്നില്ല. ആദിൽ മുഴുവൻ യാത്രയും അസ്വസ്ഥനായി. അടുത്ത ദിവസവും അവൾ വന്നില്ല. 3-ാം ദിവസം ജാലക സീറ്റിൽ വീണ്ടും അവൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സ് ശാന്തമായി. എവിടെയായിരുന്നു? ചോദ്യം അവന്റെ വായിൽ നിന്ന് പെട്ടെന്ന് പുറത്തുവന്നു. നിഹാരിക അത്ഭുതപ്പെട്ടു. എനിക്ക് പനിയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ? എനിക്ക് നമ്പർ തന്നിട്ടില്ലല്ലോ, അവൾ ചിരിച്ചു. ആദിൽ മിണ്ടാതെ നിന്നു. പിന്നെ ഒരു ചെറിയ പേപ്പറിൽ തന്റെ നമ്പർ എഴുതിക്കൊടുത്തു. ഇനിയിങ്ങനെ കാണാതാവരുത്. ആ ദിവസം മുതൽ ട്രെയിൻ യാത്രകൾ കൂടുതൽ പ്രത്യേകമായി. സ്റ്റേഷനുകൾ കടന്നുപോകും, പക്ഷെ അവരുടെ സംഭാഷണം നിർത്തില്ല. ഒരു സന്ധ്യയിൽ സൂര്യാസ്തമയത്തിന്റെ വെളിച്ചം ജാലകത്തിലൂടെ അകത്തു. എറണാകുളം മുതൽ കോഴിക്കോട് വരെ പോകുന്ന രാവിലെയുള്ള ട്രെയിനിൽ നിന്നാണ് ആദിലും നിഹാരികയും ആദ്യമായി കണ്ടുമുട്ടിയത്. ഓരോ ദിവസവും ജോലി പോകാൻ അവർ അതേ ട്രെയിനിൽ കയറുമായിരുന്നു. തിരക്കേറിയ ബോഗിയിൽ 100 കണക്കിന് ആളുകളുണ്ടായിരുന്നെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ തമ്മിൽ പരിചിത മുഖങ്ങളായി മാറി. നിഹാരികയ്ക്ക് ജാലക സീറ്റ് വളരെ ഇഷ്ടം. പുറത്തേക്കോടുന്ന മരങ്ങളും പാടങ്ങളും മഴത്തുള്ളികളും നോക്കി യാത്ര ചെയ്യുക അവൾക്കൊരു സന്തോഷമായിരുന്നു. ആദിൽ പലപ്പോഴും അവളുടെ മുന്നിലുള്ള സീറ്റിലിരിക്കും. ആദ്യ ദിവസങ്ങളിൽ ഒരു ചെറിയ ചിരി മാത്രം, പിന്നെ തലകുനിക്കൽ, പിന്നീട് സീറ്റൊഴിവുണ്ടോ എന്ന ചോദ്യം. അങ്ങനെ സംസാരങ്ങൾ തുടങ്ങി. നിങ്ങളെവിടെയാണ് ഇറങ്ങുന്നത്? ആദിൽ ചോദിച്ചു. തൃശൂർ, അവൾ പറഞ്ഞു. അപ്പോ നമുക്ക് കാതി യാത്ര ഒരുമിച്ചല്ലേ? അവൻ ചിരിച്ചു. ദിവസങ്ങൾ കടന്നു. അവർ ചായ പങ്കിട്ടു, വാർത്തകൾ ചർച്ച ചെയ്തു, മഴയെക്കുറിച്ച് സംസാരിച്ചു, ജീവിതത്തിലെ ചെറിയ വിഷമങ്ങൾ തുറന്നു പറഞ്ഞു. ട്രെയിൻ യാത്ര ഇനി സമയം കഴിക്കാനുള്ളതല്ലായിരുന്നു, ഒരാളെ കാണാൻ കാത്തിരിക്കുന്ന സമയമായി. ഒരു ദിവസം വലിയ മഴയായിരുന്നു. ട്രെയിൻ വൈകി. ബോഗിയിലെ ലൈറ്റുകൾ മങ്ങിയും ആളുകൾ അസ്വസ്ഥരുമായി. നിഹാരികയുടെ മുഖത്ത് ഭയം തെളിഞ്ഞു. എനിക്ക് വൈകിയാൽ ഓഫീസിൽ പ്രശ്നമാകും, അവൾ പറഞ്ഞു. ആദിൽ ശാന്തമായി പറഞ്ഞു. ചില വൈകിപ്പോകലുകൾ നല്ല കാര്യങ്ങൾ കൊണ്ടുവരും. എങ്ങനെ? ഇല്ലെങ്കിൽ ഇത്ര നേരം നിന്നോട് സംസാരിക്കാൻ എനിക്കെങ്ങനെ സമയം കിട്ടും? നിഹാരിക ചിരിച്ചു. ആ ചിരി ആദിലിന്റെ മനസ്സിൽ മുഴുവൻ ദിവസം നിന്നു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഒരു രാവിലെ നിഹാരിക വന്നില്ല. ആദിൽ മുഴുവൻ യാത്രയും അസ്വസ്ഥനായി. അടുത്ത ദിവസവും അവൾ വന്നില്ല. 3-ാം ദിവസം ജാലക സീറ്റിൽ വീണ്ടും അവൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സ് ശാന്തമായി. എവിടെയായിരുന്നു? ചോദ്യം അവന്റെ വായിൽ നിന്ന് പെട്ടെന്ന് പുറത്തുവന്നു. നിഹാരിക അത്ഭുതപ്പെട്ടു. എനിക്ക് പനിയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ? എനിക്ക് നമ്പർ തന്നിട്ടില്ലല്ലോ, അവൾ ചിരിച്ചു.
ആദിൽ മിണ്ടാതെ നിന്നു. പിന്നെ ഒരു ചെറിയ പേപ്പറിൽ തന്റെ നമ്പർ എഴുതി കൊടുത്തു. ഇനിയിങ്ങനെ കാണാതാവരുത്. ആ ദിവസം മുതൽ ട്രെയിൻ യാത്രകൾ കൂടുതൽ പ്രത്യേകമായി. സ്റ്റേഷനുകൾ കടന്നുപോകും, പക്ഷെ അവരുടെ സംഭാഷണം നിർത്തില്ല. ഒരു സന്ധ്യയിൽ സൂര്യാസ്തമയത്തിന്റെ വെളിച്ചം ജാലകത്തിലൂടെ അകത്തു